അത്ര ഒരു ആവശ്യം നമുക്ക് വരുന്നില്ലല്ലോ. പാർട്ടി ഫണ്ടിലേക്ക് എന്ന പേരിൽ പാർട്ടി ഫണ്ടിലേക്കൊന്നുമില്ല. ആധികാരികമായി തെളിയിച്ചോട്ടെ. ഞങ്ങളുടെ പാർട്ടിയുടെ അക്കൗണ്ട് വിവരാവകാശം വെച്ച് നിങ്ങൾക്ക് ചോദിച്ചാൽ കിട്ടുമല്ലോ. പാർട്ടി DC അക്കൗണ്ട് ചോദിച്ചാൽ ഞങ്ങൾക്ക് കൃത്യമായ അക്കൗണ്ടുള്ള പാർട്ടിയാണല്ലോ. ഞങ്ങൾക്ക് കൃത്യമായ അക്കൗണ്ട് ഞങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടിന് ഓഡിറ്റ് ചെയ്ത് കൊടുക്കുന്ന കണക്കാം. ഏരിയ കമ്മിറ്റിന്ന് പൈസ ഞങ്ങളുടെ പാർട്ടി സമാഹരണം എന്താ? ഏരിയ കമ്മിറ്റി DC, ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി DC. അതാണ് ഞങ്ങൾക്കുള്ള. അല്ല ഞങ്ങൾക്കാരെല്ലാം സ്വകാര്യമായി പണം സമാഹരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ചെലവഴിക്കുന്ന രീതി ഞങ്ങൾക്കില്ലല്ലോ. അതുപോലെ തന്നെ ഈ ജോയ്സ് ജോർജിനും പണം കൊടുത്തതായിട്ട് പറയപ്പെടുന്നുണ്ട്. അത് ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും കൈമാറ്റം ചെയ്താൽ? ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കെല്ലാം ഞങ്ങൾ പാർട്ടിയാണ് പണം സമാഹരിച്ച് നടത്തിയിട്ടുള്ളത്. കാരണം ഞങ്ങൾ സാധാരണ മത്സരിക്കുന്ന ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് പ്രത്യേകമായി പണം സമാഹരിച്ച് ചെലവഴിക്കുന്ന രീതി ഞങ്ങൾക്കില്ല. അത് ജോയ്സിനല്ല, ഒരു സ്ഥാനാർത്ഥിക്കില്ല. പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് പാർട്ടി സമാഹരിക്കും, പണം കണ്ടെത്തും, അതനുസരിച്ച് പ്രവർത്തിക്കത്തുള്ളൂ. അതിപ്പോ LDFന്റെ നിങ്ങൾ UDFന്റെ ആളുടെ പേരുണ്ട്, അത് നിങ്ങൾ പറയുന്നില്ല. മലയാള മനോരമ മിനിഞ്ഞാന്ന് സിറ്റിംഗ് MPയുടെ പേര് പറഞ്ഞതിനോട് കൂടി LDF UDF എന്നാക്കി മാറ്റി. ഞങ്ങൾ മാറ്റിയിട്ടില്ല. അതുകൊണ്ട് LDFും പിന്നെ UDF ആണെങ്കിൽ എത്രയോ സംഭവമുണ്ട്. ഇവിടെ CPMനെ അപകീർത്തിപ്പെടുത്താൻ എത്രയോ സംഭവങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഞങ്ങളാലും വീണിട്ടുണ്ടോ? കാലവും ചരിത്രവും 2-3 ദിവസം നിൽക്കുമ്പോൾ LDF UDF അത് പൊതുവൽക്കരിക്കുന്ന, അതാണ് കേരളത്തിലെ പല മാധ്യമങ്ങൾക്ക് വലതുപക്ഷ പക്ഷപാതിത്വമുണ്ടെന്ന് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ സ്വതന്ത്രമായ നിലപാട് തുറന്നു പറയാൻ ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ യാതൊരു പ്രശ്നമില്ല. പിന്നെ ഒരു തട്ടിപ്പുകാരന്റെ പേര് എല്ലാം മുടി പറഞ്ഞുകൊണ്ട് നടക്കേണ്ട യാതൊരു ബാധ്യത നമുക്കില്ല. അതറിയാം, അതിനെ എനിക്കറിയാം, പരിചയമുണ്ട്, സൗഹൃദമുണ്ട്, പലപ്പോഴും കണ്ടിട്ട് സംസാരിക്കാറുണ്ട്. അതൊക്കെ ഉണ്ട്, സൗഹൃദം കൊണ്ട് സംസാരിക്കാറുണ്ട്. അതൊന്നും കുഴപ്പമൊന്നുള്ള കാര്യമില്ല. എല്ലാവരോടും നമുക്കിപ്പോൾ സൗഹൃദമാകാമല്ലോ. ആ സൗഹൃദമാകുന്ന ആളുടെ പിന്നാമ്പുറം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ? എന്നോട് കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്, കണ്ടിട്ടുള്ളപ്പോഴൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എന്നോട് വലിയ സ്നേഹപൂർവ്വം ഇടപെട്ടിട്ടുള്ളൂ. എൻ്റെ അടുത്ത് മാന്യമല്ലാത്തൊരു നിലപാടുകൾ എടുത്തിട്ടില്ല. ഒരു പൊതുപ്രവർത്തനം എന്ന രൂപത്തിൽ അയാളെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. സീഡ് സൊസൈറ്റി പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ബൈക്കുകൾ കൊടുത്തിട്ടുണ്ട്, ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട്, തയ്യൽ മെഷീൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഏത് രീതിയിലാണ് ഈ CSR ഫണ്ട് വരുന്നതെന്നുള്ളത് ഒരു അന്വേഷണം പാർട്ടിയുടെ ഭാഗത്ത് പാർട്ടിയുടെ മുമ്പിലേക്ക് വരാത്തൊരു കാര്യത്തെ സംബന്ധിച്ച് നമ്മളെന്ത് അന്വേഷിക്കണം? രാജ്യത്ത് നടക്കുന്ന ഏതെല്ലാം സംഭവത്തിനകത്തും അന്വേഷിക്കേണ്ട ബാധ്യത ഞങ്ങളുടെ പാർട്ടിയെ ബാധിക്കുന്ന ഒരു വിഷയം വരുമ്പോഴാണ് പാർട്ടി അതിനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടത്. ഇപ്പോഴിത് സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതിപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. ഈ പൈസ കളക്ട് ചെയ്ത് ഞങ്ങളുടെ കുറെ പ്രവർത്തകരൊക്കെ ചേർന്നിട്ടുണ്ട്. ജനപ്രതിനിധികളായിട്ടുള്ള ഒരുപാട് പേര് LDFന്റെ UDFന്റെ എല്ലാം ആളുകൾ ചേർന്നിട്ടുണ്ട്. അതെല്ലാം സംബന്ധിച്ച് പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും ആളുകൾ പണം മേടിച്ച് അവിടെ സീഡ് സൊസൈറ്റിയിൽ അടച്ചിട്ടുണ്ടെങ്കിൽ അടച്ചതിന്റെ രേഖ ബന്ധപ്പെട്ടവർ കൊടുക്കുക. ഇനി ആരുടെയെങ്കിലും കയ്യിൽ 1 രൂപയെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ അതിന് പരിഹാരം ഉണ്ടാക്കിക്കൊള്ളുക. അങ്ങനെ ചെയ്യാത്തവരുടെ പേരിൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചുള്ള നിലപാട് ഇടുക്കി ജില്ലയിലെ പാർട്ടി സ്വീകരിക്കും. അങ്ങനെ ഞാൻ ആരെയും ചുമതലപ്പെടുത്താത്ത എന്റെ പേര് പൈസ മേടിക്കാൻ ഞാൻ ആരെയും ചുമതലപ്പെടുത്താറില്ലല്ലോ. ഇന്ന ആളോട് പോയി പൈസ മേടിച്ചുകൊണ്ട് ഞാൻ പറയാറില്ലല്ലോ. അപ്പൊ പിന്നെ എന്റെ പേര് പറഞ്ഞ് മേടിക്കുന്നു, അല്ലെ ഞാൻ ബന്ധപ്പെട്ടവർ പറയണ്ടേ? എന്നെ ആളിനെ കൊടുത്തുവിടാൻ പറയാതെ എന്റെ പേര് പണം മേടിച്ചു പറഞ്ഞ എനിക്ക് ഉത്തരവാദിത്തമില്ലുണ്ടോ? ഉണ്ട്, വരേണ്ടത്. ഞാനതാണല്ലോ പറഞ്ഞത്. അങ്ങനെ ഉണ്ടേ എന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നവർ വസ്തുതാപരമല്ലാതെ തെളിയിക്കപ്പെട്ടാൽ അതനുസരിച്ചുള്ള നിയമപരമായ നടപടി ഞങ്ങൾ സ്വീകരിക്കും. വർഗീസിന് പണം കൊടുത്തു ഒന്നാണ് ഈ പറഞ്ഞ അനന്തകൃഷ്ണൻ മൊഴി. അങ്ങനെ ഉണ്ടായിട്ടില്ല, പണം കൊടുത്തിട്ടില്ല, തന്റെ പേരിൽ ആരെങ്കിലും പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കട്ടെ എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയാണ് സി വർഗീസ്. പക്ഷേ ഈ പറയുന്ന തട്ടിപ്പുകാരനുമായ ഒരു സൗഹൃദമൊക്കെ ഉണ്ടായിരുന്ന കാര്യം അപ്പോൾ തട്ടിപ്പുകാരൻ അന്ന് അറിയില്ല, സി വർഗീസിന് അല്ല, ആർക്കും അറിയില്ലല്ലോ, അല്ലെങ്കിൽ ഇത്രയും വലിയ രാഷ്ട്രീയ സൗഹൃദം അദ്ദേഹത്തിന് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ അനന്തകൃഷ്ണനുമായിട്ട് ആ കാലത്ത് സൗഹൃദം ഉണ്ടായിരുന്നു എന്ന കാര്യം പറയുന്നുണ്ട് CB വർഗീസ്.